ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. പ്രധാന വാർത്തകൾ. ഓർമ്മയില്ലേ ഈ ശബ്ദം? തീർച്ചയായും ഓർമ്മ കാണും. 4 പതിറ്റാണ്ട് കാലം ആകാശവാണി വാർത്തകളിലൂടെ മലയാളികളെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഗോപൻ എന്ന ഗോപിനാഥൻ നായരുടെ ശബ്ദം അത്ര വേഗം മറക്കാൻ കഴിയുമോ? ആകാശവാണി സൃഷ്ടിച്ച ശ്രാവ്യ സംസ്കാരം ഗൃഹാതുരതയോടെ ഓർക്കുന്ന മുതിർന്ന തലമുറയ്ക്കെങ്കിലും. ആകാശവാണിയിൽ നിന്ന് 2001 വിരമിച്ച ഗോപൻ കൂടുതൽ വിപുലമായ കർമ്മപരിപാടികളുമായി ഇപ്പോഴും ഡൽഹിയിലുണ്ട്. മലയാള സാഹിത്യത്തിലെ സാഗരനാഥമായ CV രാമൻപിള്ളയുടെ പിൻതലമുറക്കാരനാണ് അദ്ദേഹം. ജനിച്ചതും വളർന്നതും തിരുവനന്തപുരത്ത് CV രാമൻപിള്ളയുടെ റോസ്കോട്ട് വീട്ടിൽ. ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവുമായി കശ്മീർ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപക ജോലി തേടി 1961 കേരളം വിട്ട ഗോപനെ ജീവിതം സമ്മാനിച്ചത് ഒരു ക്ലാസ് മുറിയിൽ ലഭിക്കുന്നതിനേക്കാൾ വിപുലമായ ശ്രോതാക്കളുടെ കൂട്ടത്തെയാണ്. കശ്മീർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അറിയിപ്പ് ലഭിക്കും വരെ തൽക്കാലം ഡൽഹിയിൽ തങ്ങാൻ നിർദ്ദേശിച്ചത് അക്കാലത്ത് കശ്മീർ സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്ന സർദാർ KM പണിക്കരായിരുന്നു. ഡൽഹിയിൽ തങ്ങാനുള്ള തീരുമാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി തീർന്നു. അന്ന് മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞൊരു പത്രമുണ്ട്, നിഖിൽ ചക്രവർത്തിയുടെ. അതിൽ ജോയിൻ ചെയ്തു. ഏതായാലും അവിടെ നിന്നുള്ള അറിയിപ്പ് വരുന്നവരെ തുടരാമെന്ന് വെച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ മലയാളം ന്യൂസിൽ കാഷ്വൽ ആർട്ടിസ്റ്റായിട്ട്, കാഷ്വൽ ന്യൂസ് റീഡേഴ്സായിട്ട് ആളുകൾ ആവശ്യമുണ്ടായിരുന്നു. അന്നത്തെ എനിക്ക് നിരക്ക് 250 രൂപയായിട്ടാണ് ദിവസം. അങ്ങനെ അതിന് ജോയിൻ ചെയ്തു. ഇതുപോലെ ഇൻ്റർവ്യൂവും ടെസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. പാസ്സായി. പിന്നെ വേറൊന്ന്, എനിക്ക് ആദ്യം മുതൽ തന്നെ ഈ ഒരു ലൈനിനോട് താല്പര്യം ഉണ്ടായിരുന്നു. ആകാശവാണിയിലെ വാർത്താ വായനക്കാർക്ക് താരപരിവേഷം ഉണ്ടായിരുന്ന കാലമായിരുന്നു അത്. ഗോപൻ ഉൾപ്പെടെയുള്ള വാർത്താ പ്രക്ഷേപകരെ ആരാധനയോടെയായിരുന്നു ആളുകൾ കേട്ടിരുന്നത്. നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും മരണവാർത്തകൾ ഉൾപ്പെടെ ഭാരത ചരിത്രത്തിൽ നാഴികക്കല്ലുകളായ നിരവധി സംഭവങ്ങൾ മലയാളികൾ അറിഞ്ഞത് ഗോപൻ്റെ ശബ്ദത്തിലൂടെയായിരുന്നു. വാർത്താ വായനയ്ക്ക് തൻ്റേതായൊരു ശൈലി അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തിരുന്നു. വാർത്തകൾക്കനുസരിച്ച് ശബ്ദത്തിന് ഭാവവ്യതിയാനം വരുത്തി വായിക്കുന്ന രീതിയാണ് ഗോപൻ ആദ്യം മുതലേ ഇഷ്ടപ്പെട്ടതും പിന്തുടർന്നു പോകുന്നതും. തീരെ വിരസമായിട്ട് ന്യൂസ് വായിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ലായിരുന്നു. ഒരു ആരുടെയെങ്കിലും മരണത്തെക്കുറിച്ചുള്ള വാർത്തയും ഒരു 2020 എന്നില്ല, പക്ഷേ ഒരു ക്രിക്കറ്റ് കളിയുടെ ആവേശം പ്രകടിപ്പിക്കുന്ന വാർത്തയും ഒരേപോലെ വിരസമായിട്ട് വായിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുകയായിരുന്നു. റേഡിയോ നാടകങ്ങളിലല്ല, സ്റ്റേജ് നാടകങ്ങളിൽ. ഇവിടെ ഡൽഹി വന്നതിന് ശേഷം തന്നെ സ്റ്റേജ് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ഡ്രമാറ്റിക്സ് ഇതിനാകാം, അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധ വ്യതിചലിച്ചു പോകും എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. രാമചന്ദ്രൻ, പ്രതാപവർമ്മ, ഓംചേരി, ശങ്കരനാരായണൻ, ലക്ഷ്മി ദേവി തുടങ്ങി മലയാളികൾക്ക് പ്രിയങ്കരായ ഒരു സംഘം വാർത്താ പ്രക്ഷേപകരുടെ കൂടെ ജോലി ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമായാണ് ഗോപൻ കരുതുന്നത്. 39 വർഷം ആകാശവാണിയിലെ വിവിധ തലമുറകൾക്കൊപ്പം ജോലി ചെയ്ത അദ്ദേഹം ആകാശവാണിയുടെ ചരിത്രത്തിലെ നിരവധി സുവർണ്ണ നിമിഷങ്ങൾക്കും സാക്ഷിയായി. പ്രഗത്ഭരായ പല വാർത്താ പ്രക്ഷേപകരുടെ കൂടെ ജോലി ചെയ്യാനുള്ള ഭാഗ്യം തന്നെ ഞാൻ പറയും ഉണ്ടായി. കൃഷ്ണൻകുട്ടി, റോസ്കോട്ട് കൃഷ്ണനുള്ള അദ്ദേഹം ആണ് എനിക്ക് ശരിക്കും ഈ ജോലിയിൽ എനിക്ക് എന്തെങ്കിലും രീതിയിൽ ശോഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് കാരണം. വിരമിച്ചതിന് ശേഷം പരസ്യചിത്രങ്ങളും ഡോക്യുമെന്ററികളുമായി മുമ്പത്തേക്കാൾ തിരക്കട്ട ജീവിതമാണ് ഇപ്പോൾ നയിക്കുന്നത്. ഡൽഹി ഓക്ലയിലെ വീട്ടിൽ ഭാര്യ രാധയും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമോദാണ് മകൻ. അന്നത്തെ കാലമൊക്കെ തിരക്കുണ്ട്. ഇപ്പോൾ ഫുൾ ടൈം ഇതിനു വേണ്ടിയാണ്. മിക്കവാറും ദിവസവും റെക്കോർഡിങ്സ് ഉണ്ടാകാറുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ആഡ് ഫിലിംസിലും ഡോക്യുമെൻ്ററീസിലും ഒക്കെ അഭിനയിക്കാറുണ്ട്. ക്യാമറയ്ക്ക് മുമ്പിലും വരാറുണ്ടെന്നർത്ഥം. മിക്കവാറും ഗവൺമെൻറ് മിനിസ്ട്രീസിനുമൊക്കെ വേണ്ടിയുള്ള ഇതിലാണ് ഞാൻ ചെയ്യാറ്. അത് ഒരുപക്ഷേ ഈ ആകാശവാണിയായിട്ടുള്ള എൻ്റെ ബന്ധമായിരിക്കാം. OV വിജയനും കാക്കനാടനും MP നാരായണപിള്ളയും VKനും ഒക്കെ ഉൾപ്പെടുന്ന ഡൽഹിയിലെ മലയാളി എഴുത്തുകാരുടെ കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു ഗോപനും. കാക്കനാടൻ, നാണപ്പൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന MP നാരായണപിള്ള, OV വിജയൻ, VKN ഇവരൊക്കെ വൈകുന്നേരങ്ങളിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ വരും, മലയാളം ന്യൂസിൽ വരും. കാരണം 7:45 ഫ്രീ ആവും, ബുള്ളറ്റിൻ കഴിയും. പിന്നെ വേറൊരു റേഡിയോയുടെ ഒരു വലിയ ഗുണം പെൻഡിങ് വർക്കില്ല. ആ ബുള്ളറ്റിൻ കഴിഞ്ഞാൽ അതോടെ തീർന്നു. അന്നത്തെ ആ ജോലിയുടെ
പിന്നെ അടുത്ത ദിവസത്തേക്ക് ഫയലിങ്ങോ അതോ അങ്ങനെയുള്ളതൊന്നുമില്ല. അപ്പോൾ 7:45 ആയി കഴിഞ്ഞാൽ വലിയ സ്വാതന്ത്ര്യമായി. അപ്പോൾ അത് കഴിഞ്ഞ് ഇവരെല്ലാവരുമായിട്ട് ഉള്ള സുഹൃത്ത് സദസ്സുകൾ ഉണ്ടായിരുന്നു. ഡൽഹിയെ ഏറെ സ്നേഹിക്കുന്ന മലയാളിയാണ് അദ്ദേഹം. പതിറ്റാണ്ടുകൾ ഡൽഹിയിലെ കാലാവസ്ഥയോടും സാഹചര്യങ്ങളോടും തന്നെ വിളക്കി ചേർത്തതായി അദ്ദേഹം പറയുന്നു. ഡൽഹി എനിക്കിഷ്ടമാണ്. ഡൽഹിക്കാരനായി എന്ന് തന്നെ പറയാം. നാട്ടിലൊരു വീടുമൊക്കെ വെച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത്. എന്നാലും പോയാൽ തന്നെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കഴിയുമ്പോൾ തിരിച്ച് ഇവിടെ എത്തണം. പിന്നെ ജോലി റെക്കോർഡിങ്ങിൻ്റെയും ഡോക്യുമെൻ്ററീസിൻ്റെയൊക്കെ ഒരുപാട് ജോലി ഉള്ളതുകൊണ്ട് അധികം നാൾ വിട്ടു നിൽക്കാനും ഒക്കെയില്ല. കാലാവസ്ഥ ഇവിടെ കൊടും ചൂടും കൊടും തണുപ്പുമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത്രയും വർഷമായതുകൊണ്ട് അങ്ങനെ അതുമായിട്ട് ഇണങ്ങി ചേർന്നിട്ടുണ്ട്. എങ്കിലും നാട്ടിലേക്കുള്ളൊരു തിരിച്ചുവരവ് ഗോപൻ്റെ സ്വപ്നങ്ങളിലുണ്ട്. ഇതെല്ലാം ഈ ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നാട്ടിൽ തിരിച്ചു പോകണം. സ്വസ്ഥമായിട്ട് അമ്പലങ്ങളും അതും ഇതുമൊക്കെ ആയിട്ട് ജീവിക്കണം. നടക്കാൻ പോവുക, വൈകുന്നേരം വടി പിടിക്കാതെ നടക്കണം എന്നാണ് ആശ. അതിനുള്ള ആരോഗ്യം ഉണ്ടാകുമെങ്കിൽ അത് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു നാൾ നാട്ടിലേക്ക് തിരിച്ച് പോകണം. അതാണ് ആഗ്രഹം.